അസിത, ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ അസിത, ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലാണ്. ഇപ്പോൾ ഇവിടെ അതായത് ഈ പൊള്ളാച്ചിയിലെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ അതായത് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ ആളുകൾ ഇവിടെ എല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പൊള്ളാച്ചി പരിസരത്തുള്ള ആളുകളൊക്കെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഇവരോട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഇത്തരത്തിൽ ഹലോ. மொத்தம் 13 பேர் ட்ராவல் பண்ணியிருக்கிறாங்க. அவங்க மணப்புறம் பகுதியை சார்ந்த இஸ்லாமிய சகோதரர்கள். அவங்க சரியான இன்னும் விளக்கம் கண்டுபிடிக்க முடியல. பட் என்னென்னா வால்பாறை பகுதியில் சுற்றுலாவுக்காக வந்திருக்காங்க. திரும்பும் பொழுது அது சின்ன குறுகலான பாதை, டிரைவர் சரியாக கவனிக்கல என்னன்னு தெரியல. 13வது பெண்டில் வண்டி நேராக தடுக்க வைத்து 9வது பெண்டில் அது டேனிங் தாண்டின கீழ் 9வது பெண்டு அந்த பெட்டில் விடுச்சு. உண்மையிலே மிக பரிதாபமாக இருக்கிறது. தமிழக அரசின் சார்பில் இரங்கலை இந்த நேரத்தில் தெரிவித்துக் கொள்வதுடன் அந்த இறந்தவர்களுடைய ஆத்மா சாந்தியடைய நாங்கள் எல்லாம் உள்ள இறைவனை பிரார்த்திக்கிறோம். 9 பேர் இறந்ததாக இப்போ தகவல் 9 பேர் பாடியை மார்ச்சுவரியில் அடக்கம் பண்ணியிருக்கிறாங்க. மொத்தம் 4 பேரை கோயம்புத்தூர் மருத்துவமனைக்கு, 4 பேரை கோயம்புத்தூர் ஆஸ்பத்திரி. 3 பேர் கொண்டு போய் 2 பேர் கொண்டு போயிருக்காங்க. ஒரு ஆள் லேடிஸ் இங்கே எக்ஸ்ரே போயிருக்காங்க. അസിത, കോയമ്പത്തൂർ SP ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്ന 3 പേരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റ 3 പേരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ മരിച്ച 9 പേരുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾ എത്തി ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇവർ കടക്കുമെന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ച ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ ഇവിടെ വലിയ ആൾക്കൂട്ടം തന്നെ ഈ ആശുപത്രിക്ക് മുന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അപകട വാർത്ത അറിഞ്ഞ് വലിയ ആൾക്കൂട്ടം തന്നെ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ എത്തിച്ചേർന്നുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂർ SP-യും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരും ശേഖരിക്കുന്നതിനായി ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നല്ലാതെ അല്പം മുമ്പ് സംസാരിച്ച ആളുകൾ എന്തൊക്കെയാണ് ഷാരിഖ് പറഞ്ഞത്? അതൊന്ന് വിശദീകരിക്കാമോ, അവർ പറഞ്ഞ കാര്യങ്ങൾ? അതായത് അവർ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിച്ചത്. അതായത് ഇവർ ഈ വിനോദസഞ്ചാര യാത്രാ സംഘം അവിടെ ഈ ട്രാവലർ നിയന്ത്രണം വിട്ട് ഈ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു. ഈ കൈവരിയിൽ ഇടിച്ച് ട്രാവലർ താഴേക്ക് മറിഞ്ഞു. അത്തരത്തിലാണ് വലിയൊരു അപകടം സംഭവിച്ചതെന്ന്. ഇടിയുടെ ആഘാതം വലിയ തോതിലാണ് എന്നാണ് പറയുന്നത്. വലിയ ആഘാതത്തിലുള്ള ഇടിയാണ് എന്നാണ് പറയുന്നത്. വാഹനം അമിത വേഗതയിലാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ കൊടും വളവിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇനി അവർ ബ്രേക്ക് ചവിട്ടിയപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് നമുക്ക് ഇതിലൂടെ അനുമാനിക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയൊരു കൊടും വളവാണ് ഈ 13ാം ഹെയർ പിൻ വളവ് എന്ന് പറയുന്നത്. അവിടുന്ന് അവർക്ക് ഈ ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കൊണ്ട് കെട്ടിയിട്ടുള്ള വശങ്ങളിൽ കെട്ടിയിട്ടുള്ള ഒരു ബാരിക്കേഡിലാണ് ഇത്തരത്തിൽ ഇടിച്ചിട്ടുള്ളത്. അത് അവിടെ നിന്ന് ഇടിയുടെ ആഘാതത്തിൽ ആ ബാരിക്കേഡ് തകർന്നു. അത്തരത്തിൽ വാഹനം തന്നെ താഴേക്ക് പതിച്ചു. അത്തരത്തിലാണ് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വലുതാണ്. 9 പേർ നിലവിൽ മരിച്ചു. ഇത് പരിക്കേറ്റ ബാക്കിയുള്ള ആളുകളെ ഇപ്പോൾ ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന ഒരു 3 പേരെ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേന, ദ്രുതകർമ്മ സേന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അവിടെ പെട്ടെന്ന് തന്നെ അവരെ ഈ ഒരു ചുരമാണെങ്കിൽ കൂടെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ബാക്കി പരിക്കേറ്റ ആളുകളെ പെട്ടെന്ന് തന്നെ പൊള്ളാച്ചിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇവരുടെ ചികിത്സയിൽ തുടരുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ അതായത് ഇവിടെ കൂടുതൽ സൗകര്യങ്ങളില്ല. അതൊരു താലൂക്ക് ആശുപത്രി മാത്രമാണ്. അപ്പോൾ ഇവിടെ സൗകര്യങ്ങളില്ലാത്തതിനാലാണ് ഇപ്പോൾ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ 3 പേരെ മാറ്റിയിട്ടുള്ളത്. എന്തായാലും 9 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 9 പേർ ആരാണെന്നുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടത്. കാരണം ഇവരുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഈ മൃതദേഹങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ആരാണ് എന്താണ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുള്ളൂ. അതിനുശേഷം 9 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളത് അവിടുത്തെ ഔദ്യോഗിക വിവരമായി തന്നെ നമുക്ക് പങ്കുവെക്കാമെന്ന് തോന്നുന്നു. 3 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഈ താലൂക്ക് ആശുപത്രിയിൽ തന്നെയുണ്ടോ?
സിത അത്തരത്തിൽ ഒരാൾ താലൂക്ക് ആശുപത്രിയിൽ തന്നെ തുടരുകയാണെന്ന് പറയുന്നത്. ബാക്കി ഗുരുതരമായ പരിക്കേറ്റ, അതായത് അബോധാവസ്ഥയിൽ കൂടെ കഴിഞ്ഞിരുന്ന 3 പേരെയാണ് ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവിടെ ചികിത്സാ സൗകര്യങ്ങൾ കുറവാണ്. ഇതൊരു താലൂക്ക് ആശുപത്രി മാത്രമായതിനാലാണ് അത്തരത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മരിച്ചവരുടെ ബന്ധുക്കൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കോയമ്പത്തൂർ ഈ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവരുടെ ബന്ധുക്കൾ എത്തണം. അതിനുശേഷം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ കടക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി. അത്തരത്തിൽ അപ്പോൾ നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അത്തരത്തിൽ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഈ ആശുപത്രിക്ക് മുന്നിൽ എത്തിച്ചേരുന്നുണ്ട്. കോയമ്പത്തൂർ ജില്ലാ പോലീസ് മേധാവി കാർത്തികേയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവിടെ ആശുപത്രിക്ക് മുന്നിൽ എത്തിച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.